Hey my angels, എൻ്റെ പേര് ഐശ്വര്യ and welcome to our channel Blush with Tash and welcome to yet another നാട്ടിലെ വ്ളോഗ്സ്. നമ്മൾ നാട്ടിലാണ് ആൻഡ് ഇന്നെന്തോ എനിക്ക് വ്ളോഗ് ചെയ്യാൻ വേണ്ടി തോന്നിയപ്പോഴത്തേക്കും ഈ ഒരു റൂമിൽ വന്നിട്ട് ഇന്ന് വ്ളോഗ് ചെയ്യാമെന്ന് തുടങ്ങി. ബിക്കോസ് ദിസ് ഇസ് വെയർ ഐ ഹാവ് സ്റ്റാർട്ടഡ് നമ്മളുടെ ചാനൽ. ഓക്കെ, ഈ റൂമിൽ ഇരുന്നിട്ടാണ് ഞാൻ ഫസ്റ്റ് വീഡിയോ തൊട്ടൊരു 50 വീഡിയോ എങ്കിലും മിനിമം അല്ല, അതിൽ കൂടുതൽ ചെയ്യാനാണ് ചാൻസ് ഉണ്ടാവുക. ഇവിടെ നിന്ന് ഒരു വർഷത്തോളം ഞാൻ ഇവിടെ നിന്നിട്ട് വ്ളോഗ് ചെയ്തതും ഷൂട്ട് ചെയ്തതും വ്ളോഗല്ല, ഷൂട്ടാന്ന് കണ്ടന്റ് മാത്രമാണ് എടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇന്നെന്തോ അങ്ങനത്തെ ഒരു തോന്നല് 2024 അവസാനിക്കാൻ വേണ്ടി പോവാണല്ലോ. അപ്പോൾ എനിക്ക് ഇവിടെ നിന്ന് ഈ വ്ളോഗ് എന്തോ സ്റ്റാർട്ട് ചെയ്യണം എന്നൊരു തോന്നല്. അപ്പോൾ ഞാൻ ആ ബെഡ്റൂമിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇൻ ബിറ്റ്വീൻ ഞാൻ ഇങ്ങോട്ട് വന്നതാണ്. ഇൻ ബിറ്റ്വീൻ എന്ന് വെച്ചാൽ ഇവിടെ വന്നിട്ട് റീസ്റ്റാർട്ട് ചെയ്യണം വ്ളോഗ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് വന്നിട്ട് വ്ളോഗാണ്. ഓക്കെ, ആൻഡ് ഇതൊരു ഡേ ഇൻ മൈ ലൈഫ് ഒന്നുമല്ല. നമ്മളൊരു 2-3 ദിവസം കൂടി ഉണ്ടാകും. അപ്പോൾ ആ സമയത്ത് നടക്കുന്ന ബിറ്റ്സ് ആൻഡ് പീസസ് ആണ് ഈ ഒരു വ്ളോഗിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ താല്പര്യപ്പെടുന്നത്. ഇന്നിപ്പോൾ വ്യാഴാഴ്ചയാണ് കേട്ടോ, 26th ആണ് ഡിസംബർ. ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞു. അപ്പോൾ 26th ആണ്. ഉച്ചയ്ക്ക് 12 മണിയായി. ഞാനപ്പോൾ എൻ്റെ ഫ്രണ്ടിനെ മീറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഞാൻ ആരാന്നൊക്കെ ഞാൻ വഴിയിൽ കാണിക്കാം. അപ്പോൾ ഞാനിപ്പോൾ എന്താ ചെയ്യാൻ വേണ്ടി പോകുന്നത് വെച്ചാൽ ആദ്യം കുളിക്കാൻ വേണ്ടി പോവാണ്. കുളിച്ചിട്ട് വേഗം റെഡിയാണ്. ബിക്കോസ് ഞങ്ങൾ ലഞ്ചിനാണ് മീറ്റ് ചെയ്യാൻ വേണ്ടി പോണത്. പോയി വന്നിട്ട് പുള്ളിക്കാരത്തേക്കും ഒരു 4-4:30 ആകുമ്പോൾ പോയിട്ട് കാര്യമുണ്ട്. എനിക്കും പോയിട്ട് വന്നിട്ട് പരിപാടിയുണ്ട്. അപ്പം അതുകൊണ്ട് ഞങ്ങൾ വേഗം ലഞ്ചിന് മീറ്റ് ചെയ്താൽ 2-3 മണിക്കൂർ സംസാരിക്കാൻ കിട്ടുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോണത് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം പോയിട്ട് റെഡി ആവട്ടെ. റെഡി ആയിട്ട് വന്നിട്ട് നമുക്ക് ഫ്രണ്ടിൽ കാണാൻ വേണ്ടി പോകാം. ഓക്കെ, അപ്പോൾ ഞാനിന്ന് പോകുമ്പോഴത്തേക്കും ഇടാൻ വേണ്ടി ഇരിക്കുന്ന ഡ്രസ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഞാൻ സ്റ്റുഡിയോ എന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഈ ഒരു പ്ലെയിൻ പെൻസിൽ, ബ്ലാക്ക് പെൻസിൽ സ്കേർട്ട്, പിന്നെ ഒരു സ്പെഗറ്റി ടോപ്പ് ആൻഡ് ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് കിരണിന്റെ ഷർട്ടാണ് ഇടുന്നത്. പിന്നെ ഞാൻ അധികം ടോപ്പും ഡ്രസ്സസ് ഒന്നും കൊണ്ടുവന്നിട്ടില്ല. അപ്പൊ ഇത് ഇന്നലെ അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് അയൺ ചെയ്ത് വെച്ച ഷർട്ടാണ്. പക്ഷെ കിരണിന്റെ കാലുവേദന ആയിരുന്നത് കൊണ്ട് കിരൺ വന്നില്ല. അപ്പൊ ഇത് നല്ല അയണായിട്ട് കിടപ്പുണ്ട്. അപ്പോൾ ഇതിട്ടോട്ട് പോകാമെന്ന് വിചാരിച്ചു. ഞാൻ വേഗം കുളിച്ചൊക്കെ കഴിഞ്ഞിട്ട് ഈ ഡ്രസ്സ് ഇട്ടിട്ട് ഓടി വരാം. യെസ്, അങ്ങനെ ഞാൻ എത്തിയിരിക്കുന്നത്. ആരെ കാണാൻ? നമ്മുടെ ആരതീനെ കാണാൻ. നിങ്ങൾ മറ്റേ നമ്മുടെ ഗെറ്റ് ടുഗദർ വ്ളോഗ് കണ്ടപ്പോഴത്തേക്കും കണ്ടിട്ടുണ്ടാവും ആരതി ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങള് അപ്പൊ തന്നെ നമ്മൾ ഡിസൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞടാ, നീ നമുക്ക് വേറെ ദിവസം മീറ്റ് ചെയ്യാൻ, ഞാനിപ്പോ ഒരു 1 വീക്ക് ഉണ്ടല്ലോ, അപ്പൊ നീ പറയാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ നമ്മൾ പെട്ടെന്ന് പ്ലാൻ ചെയ്തതാണ്. കിയോ കടന്ന് കരയുന്നുണ്ടല്ലേ? കിയോ ഉണ്ടാക്കരുത് നീ. 1 മിനിറ്റ്, ഞാൻ മറന്നുപോയി. എന്നെ ഓർത്തില്ല കേട്ടോ കിയോയുടെ കാര്യം. അപ്പൊ അങ്ങനെ ഞങ്ങള് പെട്ടെന്ന് പ്ലാൻ ചെയ്ത് ഇന്നിപ്പോ നമ്മള് കുറച്ച് ലഞ്ച് കഴിക്കാന്ന് വിചാരിച്ചു. ലഞ്ച് ആൻഡ് വർത്തമാനം. അതെ, അപ്പൊ നമ്മളിപ്പോ ഞാനിവിടെ പനമ്പള്ളി നഗറിൽ എത്തി എന്നെ പിക്ക് ചെയ്തു. നമ്മള് നല്ലൊരു റെസ്റ്റോറന്റ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇരുന്ന് ചിറ്റാറ്റ് അടിച്ച് രസിക്കാൻ വേണ്ടി പറ്റിയത് അല്ലേ? തപ്പി നോക്കാം. നമ്മൾ കഴിക്കോടാ? ഇല്ല. അയ്യാ, ഞങ്ങള് ഹാപ്പി കപ്പിൽ കേറിയില്ല. അതിന് പകരം നമ്മള് ഒന്ന് സാവിയോ മനുവോ ഒക്കെ ആയപ്പോഴത്തേക്ക് അനുവിന്റെ കൂടെയൊക്കെ നമ്മൾ ഈ കോൾസിൽ വന്നിട്ടുണ്ടായിരുന്നു. നമ്മള് എന്താണ് ഈ സ്ഥലത്തിന്റെ പേരെന്താ? അല്ല, അതല്ല, ഈ സ്ഥലം ഈ പനമ്പള്ളി നഗറിന്റെ ഇവിടെ നമ്മൾ വരികയാണ്. എന്തായാലും പ്രാന്തപ്രദേശങ്ങളിലാണ് നമ്മൾ വരുന്നത്. പനമ്പള്ളി നഗറിന്റെ പ്രാന്തപ്രദേശം. നമ്മൾ ഈ വാക്ക് വേക്കുള്ള സ്ഥലമില്ലേ, അപ്പൊ അവിടെ നമ്മൾ കയറാന്ന് ചോദിച്ചു. നമുക്ക് കയറാം. ഈ കോഴ്സാണ് ഞാൻ പറഞ്ഞ കോഴ്സ്. നമുക്ക് അങ്ങോട്ടേക്ക് വലിഞ്ഞു കയറാം. കമോൺ, ലെറ്റ്സ് ഗോ. അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്ന് കോസിൽ നമ്മൾ കോസ് ചെയ്തിട്ട് നിൽക്കണല്ലേ. നമുക്ക് ആക്ച്വലി അപ്പുറത്ത് പുറത്തോട്ട് സീറ്റ് നോക്കിയത്. പക്ഷെ അവിടെ ഭയങ്കര ചൂടിടാം, ഭയങ്കര ഹോട്ട്. ചൂടൊന്നും സഹിക്കാൻ പറ്റാത്ത നമ്മൾ ഇതൊക്കെ ഉരുകി ഞാൻ മെൽറ്റ് ആയി പോകും. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ ഈ എന്താ AC ഉള്ള സ്ഥലത്താണ് ഇരിക്കുന്നത്. നമ്മുടെ ഫുഡൊക്കെ വരട്ടെ, എന്നിട്ട് നമുക്ക് കാണിച്ചാൽ മതി. മൊത്തം പറയട്ടെ, സമയം പോകും. വളരെ വിലപ്പെട്ട സമയം. നമ്മുടെ ആദ്യത്തെ എന്താണ് മാജിക് ഐസ് മാച്ച് രണ്ടെണ്ണം പറയാൻ വേണ്ടി പോയി. അപ്പത്തേക്കും എന്നിട്ട് അവര് പറഞ്ഞു കുടിച്ച് നോക്കിട്ട് ടേസ്റ്റ് നോക്കിട്ട് ഒരെണ്ണം ഓർഡർ ചെയ്താൽ. അപ്പൊ ടെസ്റ്റ് ഡോസിന് വേണ്ടിട്ട് നമ്മൾ ഓർഡർ ചെയ്തേക്കാം. വേഗം ടെസ്റ്റ് അടിക്കുക നോക്കട്ടെ. നിനക്ക് ഇഷ്ടമാണോ? ഞാൻ മാച്ച കുടിച്ചിട്ടേ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ടെസ്റ്റ് ചെയ്തത്. പക്ഷെ ഭയങ്കര ടേസ്റ്റ് ഉണ്ട്. അപ്പൊ ഞാൻ എനിക്ക് കൂടി പറഞ്ഞിട്ടുണ്ട്, ടെസ്റ്റ് ചെയ്ത് നോക്കി. ഓ, അടിപൊളി. യെസ്, നമ്മളുടെ ബീഫ് സ്റ്റേക്കാണ് വന്നേക്കുന്നത് കേട്ടോ. എനിക്കത് കണ്ടിട്ട് കൊതിയായിട്ട് ചാടി വിടുന്നുണ്ട്. ഞാൻ ഭയങ്കര പ്രോമിസിങ് ആയിട്ടില്ലടാ? ഇല്ലേ, നിനക്ക് തോന്നിയാ?
ഭയങ്കര പ്രോമിസിങ് കേട്ടോ. ഞാനിത് വായിൽ കപ്പൽ പിടിച്ചിട്ട് വ്ളോഗ് ചെയ്യണത്. പിന്നെ ഇത് നമ്മള് മെഡിറ്ററേനിയൻ ബോൾ, ചിക്കൻ ഗ്രിൽഡ് ചിക്കനും റൈസും ഒക്കെ ഇട്ട് പൊളിയല്ലേ. ഒരു വിഷയം ക്രിസ്മസ് ട്രീ ഭയങ്കര ഭംഗിയുണ്ട്. ഇപ്പൊ വൈകുന്നേരം വന്നിരുന്നെങ്കിൽ കാണാമായിരുന്നു. ഓ മൈ ഗോഡ്, സോ പ്രിറ്റി. എനിക്ക് ഇവിടുത്തെ മൊത്തത്തിലുള്ള വൈബ് ഭയങ്കര ഇഷ്ടാട്ടോ. ഓ ഇത് വൈകുന്നേരം വരണമായിരുന്നു കേട്ടോ. ഫുള്ള് ഇവിടെ ക്രിസ്മസ് ട്രീ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓ ഗോഡ്. യെസ്, നമ്മളങ്ങനെ ഇവിടുത്തെ ഗംഭീര ഫുഡ് അടിക്ക് ശേഷം മാരത്തൺ ഫുഡ് അടി ആയിരുന്നല്ലേ. ഫുഡ് അടിച്ചതിന് ശേഷം നമ്മൾ പുറത്തിറങ്ങും. അവിടെ കേൾക്കാൻ കഴിഞ്ഞില്ല. യെസ്, അങ്ങനെ നമ്മളുടെ ഘനഗാംഭീര്യമായ വർത്തമാനത്തിന് ശേഷം നമ്മള് നീണ്ട 3 മണിക്കൂർ ഗ്ലൂക്കോസ് കഴിക്കാം. ഒരു ഗ്ലൂക്കോസ് കൂടി കഴിഞ്ഞാൽ ഞങ്ങൾ ഇനി ഒരു 4 മണിക്കൂറോട് പോകും. അതാണ് നമ്മളിങ്ങനെ കുറേ വർത്തമാനം പറഞ്ഞ് കുറേ നേരം സംസാരിച്ചു. വെരി ഗുഡ് ടൈം. വി ഹാഡ് വെരി ഗുഡ് ടൈം. റിയലി ഗുഡ് ടൈം. ഒന്ന് മിസ് യു. അതിന്റെ ഗ്ലോസ് ആവും നിന്റെ ചുണ്ടില്. ബ്ലഷ് ആക്കി അങ്ങനെ അടിപൊളി നല്ല രസമാണ് കേട്ടോ. അപ്പൊ ഇനി ഞങ്ങൾ രണ്ടു വഴിക്ക് പോവുകയാണ്. അതെ, ജീവിത സമ്മർദ്ദങ്ങൾ മൂലം നമുക്ക് 2 വഴി പോയേ പറ്റുന്നു. വീണ്ടും സന്ധ്യക്ക് വരെ വണക്കം. ഇവനും കസിൻസിന്റെ അടുത്ത് പോകണം, എനിക്ക് ഡോക്ടറെ അടുത്ത് പോകാനുണ്ട് അതുവരെ. അപ്പൊ ഞങ്ങൾ അതുകൊണ്ട് പോവാണ്. ബൈ, ലവ് യു എവരിബഡി. ഹലോ, വെൽക്കം ടു ഡേ 2. ഡേ 2 എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടുത്തെ ഡേ 5 or 6 ഒക്കെ ആണ് കേട്ടോ. ഇന്ന് നമുക്ക് കല്യാണമുണ്ട്. വെയിറ്റിംഗ്. ഇന്ന് ഫ്രൈഡേ ആണ്. ഇന്ന് നമുക്ക് കസിന്റെ ഒരു കല്യാണം ഉണ്ട് കേട്ടോ. കിരണിന്റെ സൈഡ് കസിനാണ്. അപ്പൊ കല്യാണം ഉണ്ട്. ക്രൗൺ പ്ലാസയിൽ വെച്ചിട്ടാണ് കല്യാണം. ഞാനപ്പോ ആക്ച്വലി ഇന്നലെ വാവ എവിടെ? വാവ ഹായ് പറയൂ. ഗുഡ് മോർണിംഗ് പറയൂ എല്ലാവർക്കും. കല്യാണത്തിന് പോണ്ടേ? ഓ, അപ്പൊ ഞാൻ ഇന്നലെ രാത്രി മുടി കേൾ ചെയ്യാൻ വേണ്ടിട്ട് വെച്ചിട്ട് കിടക്കണം എന്ന് ചോദിച്ചത്. പക്ഷെ ഞാൻ മറന്നുപോയടാ. മുടി വെട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് നീ മുടിനെ വെച്ചിട്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണോ എന്നുള്ളൊരു ഡൗട്ട്. എനിക്ക് ഇപ്പൊ വലിയ ഐഡിയ ഒന്നുമില്ല. ജസ്റ്റ് ഒന്ന് മറ്റേ സ്ട്രെയിറ്റൻ ചെയ്തിട്ട് കഴിഞ്ഞാൽ സ്ട്രെയിറ്റൻ ചെയ്തിട്ട് മുടിയോടെ കടന്നോളും. അപ്പൊ വേറെ ഒന്നും ചെയ്യേണ്ടാത്തത് കൊണ്ട് ഞാൻ ആ കാര്യമേ വിട്ടുപോയി. പക്ഷെ ഞാനിപ്പോ ജസ്റ്റ് ഒന്ന് ചെയ്തിട്ടു. അന്നേരം 1 മണിക്കൂറുള്ളൂ. അങ്ങനെ വലിയ സംഭവമായിട്ടൊന്ന് കേൾ ആവില്ല, എന്നാലും സാരില്ലെന്ന് വിചാരിച്ചു. ഒരു ബേബി ആയിട്ട് കിടക്കുമ്പോൾ കുറച്ച് ഭംഗിയായിരിക്കില്ലേ. അപ്പൊ ഇന്ന് ഞങ്ങൾ കല്യാണത്തിന് പോകാൻ വേണ്ടി റെഡി ആവാൻ വേണ്ടി തുടങ്ങുവാണ്. ബാബാ ഏട്ടനെ വിളിച്ചിട്ട് ഇറങ്ങിക്കോന്നാ. അപ്പൊ അങ്ങനെ ഞങ്ങൾ കല്യാണത്തിന് പോകാൻ വേണ്ടി റെഡി ആവാൻ വേണ്ടി പോട്ടെ. പുളിയും തേവാരം അങ്ങനത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനി ഞാൻ സാരി അയൺ ചെയ്യാൻ വേണ്ടി പോവാണ്. വെച്ചാൽ നമ്മള് പാക്ക് ചെയ്ത് കൊണ്ടുവന്നത് കൊണ്ട് അത് കുറച്ച് ചപ്രച്ചയായിട്ടുണ്ട്. ഞാൻ സാരി കാണിച്ചിട്ടാവേ. ഈ ഒരു സാരിയാണ് ഞാൻ ഉടുക്കണം കേട്ടോ. ഇത് കുറെ നാൾ മുന്നേ ഞാൻ നമ്മുടെ ജയലക്ഷ്മി എന്ന് വാങ്ങിച്ചതാണ്. എനിക്ക് ഇങ്ങനത്തെ കോമ്പിനേഷൻസ്, എനിക്ക് ഈ കളർ സാരി എനിക്കില്ല. ഈ കളർ വരുന്ന സാരി ഉണ്ട്, പക്ഷെ എനിക്ക് ഈ സാരി ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പൊ അങ്ങനെ ഞാൻ വാങ്ങിച്ചതാണ്. എനിക്ക് റേറ്റ് ഒന്നും ഓർമ്മയില്ല കേട്ടോ. കുറെ നാൾ മുന്നേ വാങ്ങിച്ചതാണ്. അപ്പൊ ഈ സാരിയാണ് ഞാൻ ഉടുക്കുന്നത്. ആക്ച്വലി വേറെ കല്യാണത്തിന് വേണ്ടി ഉടുക്കാൻ വെച്ചതാണ്, പക്ഷെ ഞാൻ ഈ കല്യാണത്തിന് ഉടുക്കുകയാണ്. ആൻഡ് ബാക്ക് ഒക്കെ നല്ല രസമാണ് കേട്ടോ. എനിക്ക് നമ്മുടെ ഓണം സീരീസിനകത്ത് ബ്ലൗസ് സ്റ്റിച്ചിങ് പാറ്റേണിലൊക്കെ ഞാൻ കാണിച്ചത്. അപ്പൊ ഈ സാരി നമ്മൾ പാക്ക് ചെയ്ത് കൊണ്ടുവന്നത് കൊണ്ട് ഫുള്ളും ചുളിഞ്ഞ് ചപ്പളം കെട്ടിയിട്ടുണ്ട്. അപ്പൊ ഇതൊന്നും അയൺ ചെയ്യണം. അതാണ് നമ്മളുടെ ഫസ്റ്റ് പരിപാടി. ഡാഡ ഇവിടെ അയൺ ചെയ്തോണ്ടിരിക്കുകയാണ്. ഡാഡ ഇവിടെ അയൺ ചെയ്തോണ്ടിരിക്കുകയാണ്.
ഹലോ. അങ്ങനെ ഞങ്ങള് എന്താ പറയാ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് വന്നു കേട്ടോ. നല്ല കല്യാണമായിരുന്നു. എന്താ പറയാ നല്ല കല്യാണമായിരുന്നു. അതൊക്കെ തന്നെ അച്ഛൻ്റെ അച്ഛൻ്റെ കസിൻ്റെ കിരണിൻ്റെ അച്ഛൻ്റെ കസിൻ്റെ കല്യാണമായിരുന്നു. അപ്പോൾ അങ്ങനെ അടിപൊളി കല്യാണമായിരുന്നു. നന്നായിരുന്നു. അങ്ങനെ അധികം ആൾക്കാരൊന്നും നടന്നില്ല. കുറച്ച് എനിക്ക് തോന്നുന്നു കുറച്ച് 150 പേര് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ചെറിയ എന്താ പറയാ എക്സ്ക്ലൂസീവ് കല്യാണം തോന്നുന്നു. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ കേട്ടോ. അപ്പം ഇനി എന്താ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് 2:30 കഴിഞ്ഞു. എനിക്ക് 3:30 കഴിയുമ്പോഴത്തേക്കും എനിക്ക് ഇവിടെ നിന്ന് അടുത്ത പരിപാടിക്ക് പോകാം. ഓക്കെ, നമുക്കിവിടെ ഗോകുലം പാർക്കിൽ എന്താ പറയുക ഇൻഫ്ലുവൻസേഴ്സിൻ്റെ ഒരു ന്യൂ ഇയർ പാർട്ടി ഗാല ഡിന്നർ DJ പാനൽ ഡിസ്കഷൻ അങ്ങനത്തെ കുറച്ച് പരിപാടിയുണ്ട്. അപ്പോൾ 3:30 സ്റ്റാർട്ട് ചെയ്യും. പയ്യെ എത്തിയാൽ മതിയായിരുന്നു. പക്ഷെ പാനൽ ഡിസ്കഷൻ്റെ അകത്ത് ഞാനുണ്ട്. അപ്പോൾ പാനൽ ഡിസ്കഷൻ്റെ അകത്ത് 3 ക്രിയേറ്റേഴ്സും 3 ഓൺടർപ്രണേഴ്സും ആണ്. അപ്പോൾ അതുകൊണ്ട് അതിന് വേണ്ടിയിട്ട് ഞാൻ പാനൽ ഡിസ്കഷനിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിന് നേരത്തെ എത്തണം. ഒരു 3:45 എങ്ങനെ വന്നാലും എത്താം. ഓക്കെ, അപ്പോൾ ഇനി ഞാൻ എന്താ ചെയ്തെന്ന് വെച്ചാൽ ബേസൊക്കെ ആക്ച്വലി കുറച്ച് വൃത്തിക്ക് തന്നെ ഇരിപ്പുണ്ട്. അപ്പോൾ ഒന്നും കൂടി ഒന്ന് കോമ്പാക്ട് ആയിട്ട് സെറ്റ് ചെയ്ത് കുറച്ച് ബ്ലഷും കൂടി ഇട്ടതിന് ശേഷം പൊട്ട് മായ്ക്കുന്നു, ലിപ് കളർ ഒന്ന് മാറ്റുന്നു. ആൻഡ് തീമുണ്ട് ബ്ലാക്ക്, ബ്രൗൺസ് ആൻഡ് ഗോൾഡ് ഏതെങ്കിലും ഒരെണ്ണം. അപ്പോൾ ഞാൻ ഡ്രസ്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അതിലേക്ക് മാറണം. പിന്നെ പാനൽ ഡിസ്കഷന് ടോപ്പിക്ക് സെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് പ്രിപ്പയർ ചെയ്ത് നോക്കണം, എന്നിട്ട് പോകണം. അതാണ് സംഭവം. അപ്പോൾ ചിലപ്പോൾ കിരൺ ആക്കി തരുമായിരിക്കും, അറിയത്തില്ല. കിരൺ ഇപ്പോൾ വർക്കിന് കയറിയേക്കുവാണ്. അപ്പോൾ നോ ഐഡിയ, ലെറ്റ് സി. അപ്പോൾ ഞാൻ വേഗം പയ്യെ റെഡി ആവാൻ തുടങ്ങട്ടെ. ഞാനപ്പോൾ ആദ്യം ഈ സാധനങ്ങളൊക്കെ വളയൊക്കെ ഊരി വയ്ക്കാമെന്ന് വിചാരിച്ചു. ഡ്രസ്സ് ഞാൻ കാണിച്ചു തരട്ടെ എന്താ ഇടുന്നതെന്ന്. മാല കമ്മലും ഒക്കെ നമ്മുടെ ഓണം സീരീസിൻ്റെ സമയത്ത് നമുക്ക് ഇൻസ്റ്റാഗ്രാം പേജിൽ സെൻഡ് ചെയ്തതാണ്. അതാണ് ഇങ്ങനെ നമ്മൾ കല്യാണ സമയമാകുമ്പോൾ നമ്മൾ പുറത്തേക്ക് എടുക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഈ കമ്മലിൻ്റെ മാലയ്ക്കൊക്കെ സ്റ്റുഡിയോൻ്റെ അകത്ത് ഇരിക്കാനുള്ള യോഗം മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമുക്ക് റിയൽ കല്യാണങ്ങൾ വരുമ്പോഴാണ് ഇതിനൊക്കെ ഒരു യോഗം വരുന്നത്. ഓക്കെ, അപ്പോൾ എനിക്കാണ് കുങ്കുമം ഒന്ന് വായിക്കണം, അത്രേ ഉള്ളൂ. മാലങ്ങി ഇപ്പോൾ ഞാൻ പോയിട്ട് മറ്റേ ഡ്രസ്സ് ഇട്ടിട്ട് വരാം, കാണിച്ചു തരാം കേട്ടോ. ഇതാണ് കേട്ടോ എൻ്റെ ഡ്രസ്സ്. ഇത് ഒരു ജംപ് സൂട്ടാണ്. ഇപ്പോൾ ഫുള്ള് കാണിക്കാൻ വേണ്ടി പറ്റുന്നത്. ഞാൻ ആ സൈഡിലുള്ള ഫോട്ടോ ആഡ് ചെയ്യും. ഇത് ജംപ് സൂട്ടാണ് കേട്ടോ. നല്ല തീം പോലെ തന്നെ ബ്ലാക്ക് ആൻഡ് ഗോൾഡ് പെർഫെക്റ്റ്. ഓക്കെ, തീം ഫുൾ കംഫർട്ടബിൾ ജംപ് സൂട്ടാണ്. ഇത് കിരണിൻ്റെ അമ്മ, അച്ഛനും അമ്മ US പോയിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ ആ സമയത്ത് അമ്മ എനിക്ക് വേണ്ടി വാങ്ങിയിട്ട് വന്നതാണ് അവിടെ നിന്ന്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഈ ഡ്രസ്സ്. നല്ല ഞാനപ്പോൾ എന്തെങ്കിലും പാർട്ടീസ് അങ്ങനത്തെ എന്തെങ്കിലും സംഭവത്തിന് ഇടാതെ മാറ്റി വെച്ചേക്കണമായിരുന്നു. അപ്പോൾ എനിക്കൂടെ ദിസ് ഇസ് ദി പെർഫെക്റ്റ് സ്ഥലം, പെർഫെക്റ്റ് ഒക്കേഷൻ. ഓക്കെ, ടു വെയർ. ഓൾസോ ഇവിടെ എനിക്ക് ഇവൻറ്റിന് വരുമ്പോഴത്തേക്കും ഞാൻ കുറച്ച് മൈൻഡ്ഫുൾ ആയിട്ടാണ് വരാറുള്ളത്. ഞാൻ അവിടെ ബാംഗ്ലൂരിൽ എനിക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ഇടാറുണ്ട്. ലൈക്ക് ഡീപ് നെക്ക്, ഷോർട്ട് ഡ്രസ്സ്, ഷിയർ ഡ്രസ്സൊക്കെ ഇടാറുണ്ട്. പക്ഷെ എനിക്ക് ഇവിടെ അത് ഇടാൻ വേണ്ടി തീരെ താല്പര്യമില്ല. ആൾക്കാരുടെ മെൻറ്റാലിറ്റി അല്ല, ആൾക്കാർ കുറേയൊക്കെ നല്ലോണം പുരോഗമനമായിട്ടുണ്ട്. എന്താണ് നമ്മുടെ കൊച്ചിയാണ് പ്രത്യേകിച്ച്. പക്ഷേ മീഡിയ വല്ലതും ഉണ്ടോയെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിലോട്ടാണ് അവരിങ്ങനെ ക്യാമറ എടുക്കുന്നത്. വിച്ച് ഇസ് വെരി ഡിസ്ഗസ്റ്റിംഗ് തിങ്. പല മീഡിയാസും ഉണ്ട്. പേരെടുത്ത് ഇങ്ങനെ പറയുവാണെങ്കിൽ 100 മീഡിയാസ് ഉണ്ട്. അങ്ങനെ ലേഡീസിൻ്റെ ഇങ്ങനെ ക്ലീവേജിൻ്റെ അകത്തേക്ക്, വയറിൻ്റെ ഉള്ളിലേക്ക് പ്രത്യേകിച്ച് ഇങ്ങനെയാണ് ക്യാമറ എടുക്കുന്നത്. സോ എനിക്ക് ഭയങ്കര പേടിയാണ് ഇവിടെ. അവിടെ തന്നെ അങ്ങനത്തെ എന്താ പറയുക പെർവേർട്സുകളൊന്നും ഇല്ല എന്ന് വേണമെങ്കിൽ നമുക്ക് ഈസിലി പറയാം. അതുകൊണ്ട് എനിക്ക് അവിടെ എന്ത് ഡ്രസ്സ് ഇട്ടിട്ട് പോകണം ഒരു ആൾ നോക്കും കൂടി ഇല്ല. അങ്ങനത്തെയൊക്കെ ഡ്രസ്സ് ഇട്ടിട്ട് പോയാൽ ഇറ്റ്സ് ലൈക്ക് നമ്മുടെ കംഫർട്ടും നമ്മളെ ഡ്രസ്സാണ്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഈ മീഡിയ ആണ് ഇവിടുത്തെ ആൾക്കാർ, പിന്നെയും കുഴപ്പമില്ല. മീഡിയ ഈസ് വെരി ബാഡ്, പറയാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഇപ്പോൾ എൻ്റെ സാരിയുടെ കൂടെ ഉണ്ടെന്ന് കുങ്കുമം ഇട്ടിട്ടുണ്ടെന്ന്, പൊട്ടിട്ടുണ്ടായിരുന്നു, ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് 3 ഞാൻ മാറ്റി. ഇനി ഞാൻ ഇതിന് വേണ്ടിയിട്ട് എന്താ ആദ്യം കുറച്ച് ഫൗണ്ടേഷൻ എടുത്തിട്ട് നമ്മളുടെ പൊട്ടിൻ്റെ അവിടെ ഇവിടെ മായ്ച്ച സ്ഥലത്തും ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ലൈറ്റായിട്ടൊന്ന് സെറ്റ് ചെയ്തില്ലെങ്കിൽ ശരിയാവത്തില്ല. അപ്പോൾ പിന്നെ ചൂട് കൊടുക്കത്തെ ചൂട് വരുന്നതുകൊണ്ട് മനസ്സിലായോ, ഭയങ്കര കച്ചറ ഫീലിംഗ് ആയിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഓ എൻ്റെ അമ്മ എന്തൊരു ചൂടാണ്. ഇതൊക്കെ ഇപ്പം തന്നെ വിളിക്കുമെന്ന് എനിക്കറിയാം. എന്നാലും ഒന്ന് ടോപ്പ് ചെയ്ത് കൊടുക്കണം ലൈറ്റായിട്ട്, അല്ലെങ്കിൽ ആ ഒരു ഫിനിഷിങ് ഉണ്ടാവില്ല. ഇത്ര മതിയെന്ന് എനിക്ക് തോന്നണം. കഴുത്തിലൊക്കെ പോയിട്ടുണ്ടാവും വേർത്ത് ഒലിച്ചിട്ട്. കഴുത്തിലോട്ട് ഒരു ഇച്ചിരി ഇടണം. അധികം ഇടുന്നില്ലേ. ഇനി ഞാൻ കുറച്ച് ബ്ലഷും കൂടി ഒന്ന് നന്നായിട്ട് ടോപ്പ് ചെയ്യണേ. ഇങ്ങനെ ഈവനിങ് പരിപാടി ആയതുകൊണ്ട് കുറച്ചധികം ബ്ലഷും ഹൈലൈറ്ററൊക്കെ പോയാലും കുഴപ്പമൊന്നുമില്ലല്ലോ. ഇറ്റ് വിൽ ഡെഫിനറ്റ്ലി ലുക്ക് ഗുഡ്. ഓക്കെ, ഡേ ഇവൻറ്റിന് പോകുമ്പോഴാണ് നമ്മൾ വളരെ മൈൽഡായിട്ട് പോകുന്നത്. ബ്ലഷല്ല ഹൈലൈറ്ററും കൂടെ ഇടുന്നുണ്ട്. അതൊക്കെ എത്ര നേരം ഉണ്ടാകുമെന്ന് അറിയില്ല കേട്ടോ. അമ്മാതിരി ചൂടാണ് ഇവിടെ. അല്ലാണ്ട് തന്നെ നമ്മളിങ്ങനെ വേർത്തിളങ്ങി നിൽക്കുകയാണ്. ഓക്കെ,
കണ്ണ് ഐ തിങ്ക് കുറച്ച് ഗ്ലിറ്റേഴ്സ് ഇട്ട് കൊടുക്കാമെന്നല്ലാണ്ട് ഇതിൽ കൂടുതൽ ഞാനൊന്നും ചെയ്യുന്നില്ല. ഇനി നമ്മൾ കുറച്ച് കോമ്പാക്റ്റ് ഇട്ട് ഈ ടയേർഡ്നെസ് ഒന്ന് മാറ്റണം, അല്ലെങ്കിൽ ചെയ്യാത്തില്ല. ഭയങ്കര ടയേർഡ് ലുക്കാണ്. സെറ്റിംഗ് സ്പ്രേ റെഡ് ഓവറായി പോകും. ബിക്കോസ് ഓൾറെഡി റെഡ് ലിപ്സ്റ്റിക്ക് എനിക്ക് പറഞ്ഞാൽ കുറച്ച് ഓവറാവും തോന്നണം. ബിക്കോസ് ഞാൻ ഓൾറെഡി സ്മോക്കി ഐസ് ഇട്ടുണ്ട്. ഇറ്റ്സ് ഓക്കെ, കുഴപ്പമൊന്നുമില്ല. ബട്ട് സ്റ്റിൽ ഞാൻ ബ്രൗൺ ഗ്ലോസ് ആയിരിക്കും മോസ്റ്റ്ലി ഇടാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇതൊന്നും ഉണങ്ങിട്ട് അറിയാം. മീൻവൈൽ ഞാൻ കമ്മലിടുകയാണ്. ഈ ഒരു കമ്മലാണ് ഇടുന്നത്. ഇതൊരു ഭയങ്കര പഴയ കമ്മലാണ്, 4-5 വർഷമെങ്കിലും പഴയ കമ്മലാണ്. പക്ഷെ എനിക്കൊന്ന് ഇത് സെറ്റ് ആവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് പോകുന്ന എനിക്ക് തോന്നുന്നു ഈവനിങ്ങിൽ മുടി അഴിച്ചിടണേ. അപ്പോൾ എന്തായാലും ഇത് സെറ്റ് ആകും എന്നെനിക്ക് തോന്നുന്നു. എൻ്റെ കഴുത്താവേ ഇത് ഓക്കെ അല്ലേ? യെസ്, ഇത് ഓക്കെ ആണ്. ഓക്കെ, ഗോൾഡൻ വാച്ച് ഇട്ടിട്ടുണ്ട്. ഐ തിങ്ക് ദിസ് ഷുഡ് ബി ഓക്കെ. ഇതൊന്നും ഓക്കെ ആയിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം ഞാൻ ഐ ഷാഡോ ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് ഇൻറ്റൻസിഫൈ ചെയ്യാൻ പോവുകയാണ് കുട്ടീസ്. ഓക്കെ, ഐ ഷാഡോ ഞാൻ കുറച്ചും കൂടി ഒന്ന് ഇൻറ്റൻസ് ആക്കാൻ വേണ്ടി പോവാണ്. ബിക്കോസ് ഈവൻറ്റ് ഈസ് വൈകുന്നേരം. സോ ഐ തിങ്ക് കുറച്ച് ഇൻറ്റൻസ് ആക്കിയിട്ട് കുറച്ച് ഗ്ലിറ്റേഴ്സ് ഇട്ടാൽ അടിപൊളിയായിരിക്കും തോന്നുന്നു. ആൻഡ് അങ്ങനെ ഇച്ചിരി ഗോൾഡൻ ഐ ഷാഡോ ഗ്ലിറ്റേഴ്സ്. ഇത് മറ്റേ മാസിൻ്റെ പാലറ്റാണ് കേട്ടോ. 350 rupees എന്തോളൂ. പക്ഷെ ഇതിൻ്റെ പെർഫോമൻസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി വേറെ ലെവലാണ്. അപ്പോൾ ഇത് ജസ്റ്റ് ഇങ്ങനെ ഫുൾ ഐലിഡ്സിൽ ഇങ്ങനെ ഡാബ് ചെയ്ത് കൊടുക്കണം ഗോൾഡൻ ഐ ഷാഡോ. ഐസ് ഗ്ലിറ്ററായി. എനിക്കൊരു ബ്ലാക്ക് ഡാർക്ക് ബ്രൗൺ ലിപ്സ് തന്നെ ഇടാനാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ പറഞ്ഞില്ലേ, കൂടുതൽ റെഡോ പിങ്കോ അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ടു മച്ച്. അപ്പോൾ എക്സ്ട്രാ ഉണ്ടാകുന്ന ലിപ് ഗ്ലോസ് ഞാൻ കളഞ്ഞതിന് ശേഷം ഞാൻ മാസിൻ്റെ എഡ്ജ് ഓഫ് ഡിസയർ 05 വൈൻ നൈറ്റ്സ് ആണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഈ മിക്സ് ചെയ്തിടുമ്പോഴത്തേക്കുള്ളൊരു ഭംഗി വേറെയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു, കുട്ടികളെ മനസ്സിലാക്കുന്നു. ആദ്യം ഒന്ന് ഷാർപ്പൺ ചെയ്യട്ടെ എൻ്റെ അത്. യെസ്, നമുക്ക് വരയ്ക്കാം. ആൻഡ് ഇത് കഫ്സ് ആൻഡ് ലാഷസ് എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡാണ്. അവരുടെ 17 സോഷ്യൽ ബി ആണ് ഇടുന്നത്. അത് ഭയങ്കര ഭംഗിയുള്ളൊരു ഷെയ്ഡാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ കളർ. സോഷ്യൽ ബി ഇട്ടിട്ട് ഒന്ന് സെറ്റായി കഴിയുമ്പോഴത്തേക്കും വിൽ പുട്ട് ഫേ ബ്യൂട്ടിൻ്റെ ലിപ് ഗ്ലോസ്. അടിപൊളി ലിപ് ഗ്ലോസ് ആണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതിടുവാണേ. പെർഫെക്റ്റ് ഫോർ ഈവനിങ്. ലവ് ഇറ്റ്, ലവ് ഇറ്റ്. ഇനി നമുക്ക് മുടിയാണ് സെറ്റ് ചെയ്യാനുള്ളത്. ഞാൻ കല്യാണത്തിന് പോയപ്പോഴത്തേക്കും കണ്ടില്ലേ, ഞാൻ കേൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ കേൾ ആയില്ലായിരുന്നു അത്. ബിക്കോസ് 1 hour ഒന്നും പോരാ. ശരിക്കും ഓവർനൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ അതിന് ലാസ്റ്റിംഗ് കപ്പാസിറ്റി ഉള്ളൂ. അപ്പോൾ നമ്മൾ സെറ്റിംഗ് സ്പ്രേ അടിച്ചല്ലേ. ഇനി നമുക്ക് ഹെയർ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് 3 മണി കഴിഞ്ഞിട്ട്, അപ്പോൾ ഹെയർ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഇറങ്ങാം. ഓക്കെ, അപ്പോൾ ഞാൻ പോയി ഹെയർ സെറ്റ് ചെയ്തിട്ട് വരാം. യെസ്, അങ്ങനെ ഞാൻ മുടിയും കൂടി സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. കാണിക്കാൻ പറ്റുമെന്ന് നോക്കാം. ഇതാണ് എൻ്റെ ഫുള്ള് ലുക്ക്. ഓക്കെ, ആൻഡ് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. സത്യം പറഞ്ഞാൽ മുടി ഇങ്ങനെയൊക്കെ ഇരിക്കണം, അതാണ് നമ്മളുടെ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള സംഭവം. മുടി മര്യാദയ്ക്ക് ഇരുന്നാൽ നമ്മൾ വിജയിച്ചിരിക്കുകയാണ്. പക്ഷേ മുടി വെട്ടി വെച്ചേക്കണതിൻ്റെ മഹത്വം കാരണം അതങ്ങനെ തന്നെ ഇരിക്കാമെന്നും അവിടെ. പക്ഷെ എന്നാലും എനിക്ക് ഇഷ്ടപ്പെട്ടു, കുഴപ്പമില്ല, സെറ്റായിട്ടുണ്ട്. ഇവിടെ ഒരു കെട്ടുണ്ട്. ആ കെട്ടുമ്പോൾ ഞാൻ കുറച്ച് അഴിഞ്ഞു പോകണമെന്നൊരു ഡൗട്ട്. നല്ല പിന്ന് വെച്ചിട്ട് കുത്തി വെക്കണോ എന്നാണ് എൻ്റെ ഡൗട്ട്. അല്ലെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ ഒരു 10 മിനിറ്റ് നമുക്ക് ഇറങ്ങാം. ഓക്കെ, യെസ്. അങ്ങനെ എന്നെ മിസ്റ്റർ കണ്ണപ്പൻ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഓ, ചൂടെടുത്തിട്ട് വയ്യടേ. അല്ല ഏട്ടാ, ചൂടുണ്ടോ? ഓ, പൊരിഞ്ഞോണ്ടല്ലേ, ഭയങ്കര ചൂടാണ് കേട്ടോ, രക്ഷയില്ല. അപ്പോൾ സെറ്റപ്പായിട്ട് റെഡി ആയിട്ടൊക്കെ ഇരിപ്പുണ്ട്. എൻ്റെ പേഴ്സ് മാത്രം എനിക്ക് അത്ര മാച്ചായിട്ട് തോന്നുന്നില്ല. ഒട്ടും മാച്ചല്ല. ബട്ട് സ്റ്റിൽ എൻ്റെ വേറെ പേഴ്സ് ഇല്ല, ഹാൻഡ് ബാഗ് ഇല്ല. ഞാൻ ഗോൾഡ് പോലെ എടുത്ത് ചൂണ്ടിക്കുട്ടി പറഞ്ഞു ഇത് മതി ഗോൾഡാണ് ഞാൻ എടുക്കാൻ വേണ്ടി പോയത്. അപ്പോൾ അവരില്ല, നല്ല ഭംഗിയുണ്ട്. പക്ഷെ ഇതിൻ്റെ കൂടെ മാച്ച് ആവുന്നില്ല. ബട്ട് എനിവേസ് എനിക്ക് എന്തെങ്കിലും പേഴ്സ് ഹാൻഡ് ബാഗ് എന്തെങ്കിലും എടുത്തേ പറ്റൂ. അതുകൊണ്ട് ഞാൻ എടുക്കുകയാണ്. എൻ്റെ ബ്ലാക്ക് ബാഗ് ഞാൻ കൈകൊണ്ട് എടുത്ത് ഹോ ഹേ എവിടെ പോകാൻ അങ്ങനെ പറഞ്ഞിട്ട് തിരിച്ചു വെച്ചതാണേ. അതെടുത്താൽ മതിയായിരുന്നു. ഈ ബാഗ് ആസച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സാധനമാണ്. ഭയങ്കര കോമ്പാക്ട്, കംഫർട്ടബിൾ ആണെങ്കിലും
ഈ ഡ്രസ്സിന് ഇത് മാച്ചല്ല എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് പോകാം. വന്ന് പിക്ക് ചെയ്തിട്ടോ. ഇരുട്ടായതുകൊണ്ടൊന്നും കാണുന്നില്ല മക്കളെ. ഇപ്പൊ ഒരു 10:15 കഴിഞ്ഞു. കുറച്ച് ഡിലേ ആയിരുന്നു മൊത്തത്തിൽ ഇവന്റ്. അപ്പൊ അതിന്റെ പേരില് നമുക്ക് ഡിന്നറൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും 9 മണി കഴിഞ്ഞിട്ട് എനിക്കാണെങ്കിൽ ഫ്രണ്ടിൽ ഇരുന്നിട്ട് ഇങ്ങനെ ലൈറ്റ് അടിച്ചിട്ട് തലവേറ്റെടുത്തിട്ട് വയ്യായിരുന്നു. DJ ഉണ്ടായിരുന്നു. DJക്ക് ഒന്നും നമ്മൾ നിന്നില്ല. നമ്മൾ ഫുഡ് കഴിച്ചു. അങ്ങനെ കുറച്ച് വർത്താനം പറഞ്ഞു ഇറങ്ങി. അങ്ങനെ കടപ്പ വന്നു. ആൻഡ് ബാക്കി എല്ലാവരും ചാച്ചയൊക്കെ പറഞ്ഞ് അവരെ ഇനി ഇറങ്ങണേ ഉള്ളൂ. എനിക്ക് അത്ര തല ഇങ്ങനെ വല്ലാത്തത്. നമ്മൾ വെയിലത്ത് തന്നെ കല്യാണത്തിന് പോയി. പിന്നെ വന്നിട്ട് ആ ലൈറ്റിന്റെ മുന്നിൽ ഇരുന്നിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പൊ അതിന്റെ ഒരു ബുദ്ധിമുട്ട് കാരണം ഞാൻ പോന്നു. ഓക്കെ, അപ്പൊ ഇന്നത്തെ ഡേ അവിടെ ക്ലോസ് ചെയ്യണം. ഓക്കെ, നാളെ ഇനി നമുക്ക് എന്തെങ്കിലും ഉണ്ട് നമുക്ക് നോക്കാം. ഓക്കെ, ചേച്ചി കാര്യമായിട്ട് എന്തോ റെനോവേഷൻ ഒക്കെ ചെയ്തിട്ടുണ്ട് തോന്നുന്നു. നമുക്ക് അടുത്ത് പോയി നോക്കാം. ഹായ് ചേച്ചി. ഹലോ, ഹായ്. എന്തുണ്ട് വിശേഷം? നല്ല വിശേഷം. ചേച്ചി നല്ല വർക്കൗണ്ടൊക്കെ ചെയ്ത് സെസ്കി ലേഡി ആയിട്ടിരിക്കണൊക്കെ നല്ല രസമുണ്ട്. ചേച്ചി കുറെ നാളായില്ലോ കണ്ടിട്ട് അല്ലേ? ഒരു 6 months അതിന് വെക്കേഷൻ വന്ന സമയത്ത് കണ്ടതാണ്. ആ അത് തന്നെ വെക്കേഷൻ. അപ്പൊ 6 months മേലായി. ചേച്ചി നല്ല ട്രിമ്മൻ സെസ്കി ലേഡി ഒന്ന് ഫ്ലോർ ആയിട്ടുണ്ട്. കണ്ടോ? ഞാൻ ചേച്ചിയുടെ അടുത്ത് ചേച്ചി കണ്ടതാണ് എന്റെ മുടി വെട്ടി നശിപ്പിച്ച അവസ്ഥ. ചേച്ചി ഇത് കരക്കടുപ്പിക്കാൻ പറ്റുമോ എന്ന് നോക്കുവാണ്. ചേച്ചി കരക്കടുപ്പിക്കാൻ പറ്റുമോ? അതെ, അതാണ് എനിക്ക് വേണ്ടത്. ഇതൊന്ന് പൊങ്ങിച്ചാവണേ മുന്നേ എനിക്കൊരു കരക്കടുപ്പിക്കാണ് വേണ്ടത്. അയ്യോ രക്ഷയില്ല കേട്ടോ. എങ്ങനെ തോന്നുന്നു സംഭവിച്ചു എന്തായാലും. ആ അതെ. അല്ല ഞാൻ ഓർക്കുന്ന വെച്ചാല് ഓൾറെഡി മുടി ഫുൾ പോയി. തൊടുമ്പോ അറിയുന്നില്ലേ? അപ്പൊ കുറച്ച് ഇത്തിരി കൂടി പൊടിക്കും കൂടി ചെറുതാക്കിയാലും കുഴപ്പമില്ല. ഇതെങ്കിലും ഒരു സ്റ്റൈൽ ചെയ്യാൻ വേണ്ടി പാകത്തിനാണ് എനിക്കിത് വേണ്ടത്. ഇപ്പൊ എനിക്ക് സ്റ്റൈൽ ചെയ്യാൻ പറ്റണില്ല. ഭയങ്കര ഇത് ഒരു ഫ്ലോ വന്നില്ല. കുളമാക്കി അത്രേ ഉള്ളൂ. പണി അറിയാത്തവൻ പണി ചെയ്ത് പഠിച്ചതാണ് അതിൻ്റെ അകത്ത്. അവനെ ഞാൻ കൊല്ലാണ്ട് വിട്ടത് എന്റെ ഔദാര്യമായിട്ട് അവൻ കണക്കാക്കിയാൽ മതി. പിന്നെ ഈ സ്റ്റൈല് പഴയ അതാണ് എല്ലാരും പറഞ്ഞത്. കുറെ ആൾക്കാർ പറഞ്ഞു സീമനെ പോലെ ഉണ്ട്, സീമനെ പോലെ ഉണ്ട് എല്ലാരും പറഞ്ഞു. വെട്ടി കഴിഞ്ഞപ്പോൾ എനിക്ക് അതുകൊണ്ട് എന്റെ അമ്മയ്ക്കൊക്കെ ഇഷ്ടപ്പെട്ടു. വലിയ റിംഗ് കൂടി ഇട്ടാൽ മതി. ഓ പിന്നെ പോയൊന്ന് എന്റെ ശവത്തി കുത്തല്ലേ. ആ അതെ, ഇനിയിപ്പോ അതേ പറ്റുള്ളൂ. ഇല്ല പിന്നെ ഈ വെട്ടിയേക്കണതൊക്കെ കുറച്ച് ഇറഗുലർ അല്ലേ, എവിടേക്ക് ഒട്ടും ലെവലൊന്നും അല്ലല്ലോ. അതാണ് എന്തെങ്കിലും ആക്ച്വലി നല്ല ഹെയർ ആയിരുന്നു. പോയി ചേച്ചി. എപ്പോഴും ഞാൻ വീഡിയോ കാണുന്നില്ല. പോയി പക്ഷെ ഇനി ഒന്ന് ശരിയാക്കി എടുക്കണം. ചേച്ചി ഇവിടെ എന്റെ മുടിയിൽ ചേച്ചി പ്രൊഫഷണൽ ലൈഫിൽ കണ്ടിട്ടുണ്ട് ഇത്ര എന്തോ ഹെയർകട്ട്. ചേച്ചി കുറച്ച് കൂടിയൊക്കെ മുന്നോട്ടിട്ട് ഇത് എന്ത് ചെയ്യുന്നൊക്കെ ചിന്തിച്ച് അങ്ങോട്ടും ഇവിടെ ചേച്ചി എന്തെങ്കിലും പ്രതികരിക്കാറുണ്ടോ? ചേച്ചിക്ക് ചില പോയിന്റിലൊക്കെ എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല ഈ മുടി. ഈ മുടിയൊക്കെ ചേച്ചി എന്തൊക്കെയൊക്കെ ആക്കാൻ, അതായത് കരക്കെടുപ്പിക്കാൻ വേണ്ടി ചേച്ചി സ്ട്രഗിൾ ചെയ്തു അല്ലേ ചേച്ചി? സ്ട്രഗിൾ ചെയ്തു.
അതെ, ചെറിയൊരു ഇങ്ങനെ ഉദ്ദേശിച്ചത് ഒന്നിങ്ങനെ. അതെ. ഞാൻ ഇപ്പൊ എന്റെ ഹെയർ കട്ട് റിവീൽ ചെയ്യും. സർപ്രൈസ് ആണ് കേട്ടോ. യെസ്, ലുക്ക് അറ്റ് മൈ ഹെയർ നൗ. ഇതാണ് ഞാൻ പറഞ്ഞത്, ഞാൻ ഇങ്ങനത്തെ ഒരു മേക്ക് ഓവറാണ് ഞാൻ ഉദ്ദേശിച്ചത്. എന്നിട്ടാണ് അത് വെട്ടി ആ ചെക്കൻ അങ്ങനെ ആക്കിയത്. ഞാൻ ഇപ്പോഴും ഞാൻ ഇന്ന് ആക്ച്വലി വീട്ടിൽ നിന്ന് വെട്ടാൻ വേണ്ടിയിട്ട് ചേച്ചിയുടെ അടുത്ത് വരണമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും കിരണിന്റെ അമ്മയും കിരണും എന്റെ അമ്മയും പറഞ്ഞു, വേണ്ട, ഓൾറെഡി വെട്ടി ഇത്രയും ആക്കി, ഇനി അടുത്ത യുദ്ധത്തിന് ഇറങ്ങരുത്. അപ്പൊ ഞാൻ അത് വെട്ടിന്ന് ഞാൻ കൂട്ടുന്നില്ല, അതിന് ഞാൻ വെട്ടിയതായിട്ട് കണക്കാക്കിയിട്ട് നശിപ്പിച്ചതായിട്ടാണ് ഞാൻ കണക്കാക്കിയത്. അപ്പൊ എനിക്കിത് മര്യാദയ്ക്കൊന്ന് നന്നായിട്ട് മുടിയൊക്കെ കഴിച്ചിട്ട് പോകുമ്പോഴത്തേക്കും സെറ്റ് ആവണം, സ്റ്റൈലിൽ എനിക്ക് ആവണം. അതുകൊണ്ട് ഞാൻ പിങ്കി ചേച്ചിയുടെ അടുത്ത് ചേച്ചി സപ്പോർട്ട് ചെയ്തിട്ടോ, ചേച്ചിയുടെ ധൈര്യത്തിലാണ് ഞാൻ ഇറങ്ങിയത്. പക്ഷെ ഇറ്റ് വാസ് ദ ബെസ്റ്റ് ഡിസിഷൻ ഓഫ് 2024. ദി പേഴ്സൺ ബിഹൈൻഡ്. ചേച്ചി, ഞാൻ ചേച്ചിക്ക് ഞാൻ ഉമ്മ കൊടുത്തിട്ടേ പോകുള്ളൂ. എനിക്ക് അത്രയ്ക്കും എനിക്ക് ഭയങ്കര ഹാപ്പി ആയി. ചേച്ചി ഒബ്വിയസ്ലി എക്സ്പേർട്ട് ഹാൻഡ്സ് ആണ്. സോ അങ്ങനെ ഞാൻ അധികം പറയേണ്ട ആവശ്യമില്ല. ബട്ട് സ്റ്റിൽ എനിക്ക് എന്റെ മുടി അത്രയും കേടായിട്ട് ചേച്ചി കുറച്ച് കഷ്ടപ്പെട്ടോ. ചേച്ചിനെ കളിയാക്കണ ചേച്ചി. പ്രൊഫഷണൽ ലൈഫിൽ ഇത്രയും കുളമാക്കിയ ഹെയർ സെറ്റ് ചെയ്യണം ഇപ്പോഴായിരിക്കും എന്നൊക്കെ പറഞ്ഞത്. പക്ഷെ ചേച്ചി ഈസിലി സെറ്റ് ചെയ്ത് തന്നിട്ടാ. ചേച്ചി എന്റെ മുടി വെട്ടി കുളമാക്കി നോക്കിയപ്പോ തന്നെ ചേച്ചി പറഞ്ഞു, ഇത് സിമ്പിൾ, ഇത് ഇവിടെ എങ്ങനെ ചെയ്താൽ മതി, ഇവിടെ അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ശരിയാവും എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് ഭയങ്കര ധൈര്യം. പക്ഷെ എന്നാൽ നമ്മള് ഓൾറെഡി ചൂടുവെള്ളത്തിൽ വീണോണ്ട് നമുക്ക് ഭയങ്കര പേടിയായിരുന്നു, എനിക്ക് ടെൻഷനും പേടിയായിരുന്നു. പക്ഷെ ചേച്ചി നല്ല സൂപ്പറായിട്ട് എന്റെ മനസ്സിലുള്ള ആഗ്രഹത്തിന് പുറകെ മുടി വെട്ടുന്നു. ചേച്ചി ഉമ്മ ഭയങ്കര ഹാപ്പി ആയിട്ട്, എനിക്ക് ഭയങ്കര ഹാപ്പി ആയി. ഞാൻ കറക്റ്റ് ഇവിടെ മറ്റേ ചെറിയ വീഡിയോ ആഡ് ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് എന്റെ ഇങ്ങനെ എടുക്കുന്നതിനേക്കാളും കുറച്ചും കൂടി കറക്റ്റായിട്ട് മനസ്സിലാവും. ഭയങ്കര എനിക്ക് സന്തോഷമായിട്ട് വീട്ടിൽ പോയി മുടി അഴിച്ചിടാം, പോണി ടെയിൽ കെട്ടാം, ഫ്രണ്ടിൽ ഈ സാധനമുണ്ട്. അത് തന്നെ. അപ്പൊ സെറ്റായി, ഭയങ്കര ഹാപ്പി ആയി. ഇപ്പോഴാണ് ശ്വാസം വേണ്ടത്. ഞാൻ അവിടുത്തെ ഈ വൃത്തികെട്ട മുടിയും കൊണ്ട് 2025 കയറണമല്ലോന്നൊക്കെ വിചാരിച്ചിരുന്നതാ. പ്രോബ്ലം സോൾവ്. ഓക്കെ ചേച്ചി, താങ്ക് യുടാ. ചേച്ചി ഞാൻ പോണ വഴി ശരിക്കും മുമ്പ് തരുവേ. അപ്പൊ ഇനി ഞാൻ പയ്യെ ഇവിടെ ഇറങ്ങണം. ചേച്ചി എനിക്ക് ചായയും പരിപ്പോടെയൊക്കെ തന്ന് ചേച്ചി ശരിക്കും പറഞ്ഞു ചേച്ചിയാണ് എനിക്ക് മുടിയൊക്കെ വെട്ടി സെറ്റ് ചെയ്യുന്നത്. പക്ഷെ എന്നിട്ട് ഞാൻ ചായയും പരിപ്പോടെയും കഴിച്ചാണ് പോണത്. ചേച്ചിക്ക് വാങ്ങിച്ചു കൊടുക്കേണ്ടതായിരുന്നു ശരിക്കും. അപ്പൊ ഇനി ഞാൻ ഇവിടുന്ന് പയ്യെ ഇറങ്ങാണ്. ഞങ്ങളോട് വർത്താനൊക്കെ പറഞ്ഞിങ്ങനെ രസിച്ചിരിക്കുകയായിരുന്നു. അപ്പൊ ഇനി എനിക്ക് പോകണം. നമ്മൾ ഓൾമോസ്റ്റ് പാക്കിംഗ് ഒക്കെ കഴിഞ്ഞു. ഇനി അപ്പൊ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് അക്വാഷം ഉണ്ട്. അപ്പൊ ഞങ്ങള് ഉണ്ണിക്കുട്ടീനെ അത് കൊണ്ട് കാണിക്കാന്ന് ഞാൻ പ്രോമിസ് ചെയ്തിട്ടുണ്ട് 2-3 ദിവസത്തിൽ. അപ്പൊ അവനെ വെയിറ്റ് ചെയ്തിരിക്കണം. അപ്പൊ ചെറുത് ഉറങ്ങി എണീറ്റിട്ടുണ്ടാവും. അപ്പൊ ഇവരെല്ലാരെയും നമുക്ക് വാരിക്കെട്ടി നമുക്ക് പോകാനുള്ളതാണ്. സോ ലെറ്റ്സ് ഗോ. യെസ്, അങ്ങനെ നമ്മൾ റിട്ടേൺ ട്രിപ്പ് നമ്മൾ ബാക്ക് ടു ബാംഗ്ലൂർ, ഓഫ് ടു ബാംഗ്ലൂർ സ്റ്റാർട്ട് ചെയ്തു. 4 മണിക്ക് സ്റ്റാർട്ട് ചെയ്തു. ഇങ്ങോട്ട് വന്നപ്പോൾ ഭയങ്കര ട്രാഫിക് ഒക്കെ ആയതുകൊണ്ട് അങ്ങനെ ആവാതിരിക്കാൻ ഞങ്ങൾ നേരത്തെ സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി വന്നേക്കാണ് കേട്ടോ. A2Bയിലാണ് വന്നേക്കുന്നത്. ഉറക്കമായിരുന്നു ഇവനൊക്കെ. അങ്ങനെ ഒരു 1 വീക്കത്തെ ബിസി ആൻഡ് നല്ലോണം എൻജോയ് ചെയ്തൊരു വെക്കേഷൻ ബൈ പറഞ്ഞുകൊണ്ട് നമ്മൾ തിരിച്ചു പോവാണ്. പക്ഷെ നല്ല വീക്ക് അല്ല കേട്ടോ, നല്ല ആഴ്ചയായിരുന്നല്ലേ. 1 വീക്ക് നല്ല അടിപൊളിയായിരുന്നു. 1 വീക്ക് പെട്ടെന്ന് പോയി, നല്ല രസമായിരുന്നു, എൻജോയ്മെൻ്റ് ആയിരുന്നു. അപ്പം അങ്ങനെ നമ്മൾ അപ്പം കഴിക്കാൻ പോവാം. വേഗം കഴിക്കടാ. യെസ്, ഞങ്ങൾ അങ്ങനെ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം ഇറങ്ങുകയാണ്. എന്താ പറയാ, നല്ലൊരു വെക്കേഷൻ ആയിരുന്നു. ഞാൻ അവിടെ നിന്ന് പറഞ്ഞതൊക്കെ നിങ്ങൾ കേട്ടോന്ന് എനിക്കറിയില്ല. അപ്പൊ നല്ലൊരു വെക്കേഷൻ ആയിരുന്നല്ലോ ഉണ്ണിക്കുട്ടി. യു ലൈക്ക് ഹിയർസ്? ഉണ്ണിക്കുട്ടി പുറത്ത് മൺഡേ ഏർലി മോർണിംഗ് ആണ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട്. പക്ഷെ അല്ല, നമ്മൾ സൺഡേ ഏർലി മോർണിംഗ് ആണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ അങ്ങനെ അടിപൊളിയായിരുന്നു സത്യം പറഞ്ഞത്, അല്ലേ അമ്മ? 1 വീക്ക് അങ്ങനെ ജസ്റ്റ് പാഞ്ഞു പോയ മാതിരിയാണ് തോന്നിയത്. അപ്പൊ അങ്ങനെ അതാണ് നമ്മളുടെ പരിപാടി കേട്ടോ. നമ്മളിനി ഇവിടെ നിന്ന് ഭക്ഷണമേക്കൊന്നും നമ്മള് ഇന്നലെ ഹെയർ കട്ടൊക്കെ ചെയ്തതിന് ശേഷം ഉണ്ണിക്കുട്ടിയും ഞാനും അമ്മയും വാവയും കൂടി കലൂർ സ്റ്റേഡിയത്തിലുള്ള ഒരു അക്വാ ഷോ കാണാൻ വേണ്ടി പോയിട്ടോ. അപ്പൊ അത് എങ്ങനെ ഉണ്ടെന്നൊന്നും നമുക്ക് വലിയ ധാരണയൊന്നും ഉണ്ടായിരുന്നില്ല. അക്വാ ഷോ എന്ന് എഴുതി വെച്ചേക്കുന്നുണ്ട്
ഇതൊക്കെ പറയട്ടെ, ഇൻട്രൊഡക്ഷൻ പറയട്ടെ ആദ്യം. എന്നിട്ട് നമ്മള് അപ്പൊ ഉണ്ണിക്കുട്ടിക്ക് കുറെ ദിവസം ഇപ്പൊ എവിടെയും കൊണ്ടുപോകണം, സ്പെഷ്യലായിട്ട് വെക്കേഷൻ അല്ലേ. അപ്പൊ ഞങ്ങൾക്ക് അക്വാഷോ അല്ലേ, കൊള്ളാം, മെർമെയ്ഡ് ഒക്കെ ഉണ്ട്. എന്നാ പിന്നെ അങ്ങോട്ട് അക്വാഷോ ആയിക്കോട്ടെ എന്ന് ചോദിച്ചാൽ എന്നാൽ മര്യാദയ്ക്ക് അപ്പുറത്തൊക്കെ ഫ്ലവർ ഷോ ഉണ്ടായിരുന്നേ. എന്നിട്ട് ഇന്നലെ സമയമില്ലാത്ത സമയത്ത് പാക്കിംഗ് ഒക്കെ ചെയ്യണതിന് മുന്നേ പബ്ലിക് പാക്ക് ചെയ്യണം, തീർക്കണം, വണ്ടിയിലെല്ലാം എടുത്ത് വെക്കണം. അങ്ങനെ 100 പണിയുള്ള സമയത്ത് നമ്മള് ഞാനും അമ്മയും രണ്ടെണ്ണവും കൂടി രണ്ട് ചെറുതുങ്ങളും കൂടി എക്കോ ഷോ കാണാൻ വേണ്ടി പോയി. എനിക്ക് ഉണ്ണിക്കുട്ടി പറയും പറയടാ. അവിടെ ആഘോഷം എന്ന് പറഞ്ഞിട്ട് കൂടുതൽ പക്ഷിയും ഒട്ടും മീനില്ല. അതെ, കൂടുതൽ പക്ഷിയൊന്നുമല്ല. ഞങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും എൻട്രൻസ് ഫീ എൻട്രൻസ് ഫീ എന്ന് പറയുന്നത് 150 rupees ആണ്. പറ. എന്നിട്ട് പക്ഷിയുള്ള സ്ഥലത്ത് ആരും ഇല്ല നോക്കാൻ, ഒരു ചെറിയ കുട്ടി അത്രേ ഉള്ളൂ. അതാണ് അവന്റെ. പിന്നെ ഓരോ പക്ഷി അവിടെ ഇവിടെ നടന്നു ഓടുക, പറക്കുക, എല്ലാം ചെയ്യുക. ആക്ച്വലി 150 രൂപ എൻട്രൻസ് ഫീസ് വരെ ഭയങ്കര കൂടുതലായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് അങ്ങനെ തോന്നിയായിരുന്നു. പക്ഷെ നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ഫീസ് വാങ്ങിക്കാതിരിക്കുന്ന പിള്ളേർ പറഞ്ഞു, മാഡം എന്താണ് എക്സോട്ടിക് ഫിഷസ് ആൻഡ് ബേർഡ്സ് ന്റെ ഷോർട്ടേജ് കാരണം ഫീസ് കുറച്ചു, 100 rupees ഉള്ളൂ എന്ന് പറഞ്ഞു. ശരി, ഓക്കെ ആയിക്കോട്ടെ, ഷോർട്ടേജ് അല്ലേ, ഷോർട്ടേജ് ആണ് കേട്ടോ. അപ്പൊ ശരി എന്നുണ്ട് ഞങ്ങൾ 300 രൂപ ടിക്കറ്റ് എടുത്തോണ്ട് വലിയ അകത്ത് തുള്ളിച്ചാടി അകത്ത് കയറിയപ്പോ അക്വാഷോ എന്ന് എഴുതി വെച്ചിട്ട് ദൈവ സത്യത്തിലാണ് ഒരു മീൻ പോലും ഇല്ല. ഒരു മീൻ പോലും ഇല്ല. ആകെ കുറച്ച് പ്രാവും കുറച്ച് കോഴിയും അവിടെ ഉണ്ട്. പിന്നെ ഒരു വലിയ ടബിന്റെ അകത്ത് 2 സ്കൂബ ഡൈവിന്റെ ആൾക്കാർ, 2 ആണുങ്ങൾ കിടപ്പുണ്ട്. മെർമെയ്ഡ് എന്ന് പറഞ്ഞിട്ട് മെർമെയ്ഡിന്റെ ഡ്രസ്സ്, ഒബ്വിയസ്ലി മെർമെയ്ഡ് എന്ന് പറയുമ്പോൾ മെർമെയ്ഡ് ഡ്രസ് ഇട്ട പെണ്ണുങ്ങളായിരിക്കും എന്ന് നമുക്കറിയാം. എന്നാലും അവരെന്തെങ്കിലുമൊക്കെ കാണിക്കണ്ടേ, അവർക്ക് ശ്വാസം കിട്ടാത്തത് കൊണ്ട് അവരാണെങ്കിൽ മേളിൽ പോയിട്ടിരിക്കണം ഏത് നേരം. എന്നിട്ട് പിന്നെ കട, ഞാൻ ഓർത്ത് ഇതൊക്കെ എന്ത് തോന്നിയാസാണ് കാണിക്കണതെന്ന് ഞാനും അമ്മയും കൂടി പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മള് 100 രൂപ ടിക്കറ്റ് കൊടുത്ത് ആൾക്കാര് ഇപ്പൊ നമുക്കാവുമ്പോഴത്തേക്കും വീട് തൊട്ടടുത്ത, എന്നാലും നമുക്ക് ഓട്ടോ ചാർജും കുന്തമൊക്കെ എടുത്തിട്ട് വേണ്ടി വരാൻ ദൂരത്തുനിന്ന് വരുന്ന ആൾക്കാരുണ്ടാവില്ലേ അക്വാ ഷോ കാണാൻ വേണ്ടിയിട്ട്. എന്നിട്ട് വലിയ കാര്യത്തിൽ നമ്മളവിടെ വന്നു കഴിഞ്ഞിട്ട് ഒരു മീൻ ഒരു അക്വേറിയത്തിൽ ഒരു മീൻ ഉണ്ടായിരുന്നു. ഞാൻ ക്ഷമിച്ചേനെ. അക്വാ ഷോ എന്ന് പറഞ്ഞിട്ട് ഒരു മീൻ പോലും ഇല്ല, മനസ്സിലായ? ഒരു മീൻ പൊരിച്ചത് പോലും ഇല്ലായിരുന്നു. അതാണ് സത്യമല്ലേ അമ്മ? ഒരു കഷ്ണം മീൻ പോലും ഉണ്ടായിരുന്നില്ല. അതായത് എക്കോഷോന്റെ പേരും പറഞ്ഞ സത്യം പറഞ്ഞാൽ അവിടെ നടക്കുന്നത് അനീതിയാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഭയങ്കര മോശമായി പോയിട്ടോ വെച്ചാൽ ശരിക്കും. അപ്പൊ അമ്മ പറഞ്ഞു ഇതൊക്കെ എന്ത് ചീറ്റിംഗ് ആണെന്ന്. ശരിക്കും എക്സാക്ട്ലി അതൊരു ചീറ്റിംഗ് തന്നെയായിരുന്നു. ഒന്നും ഉണ്ടായിരുന്നില്ല. എന്താ ഒരു കുറച്ച് നമ്മള് പ്രാവിനെ കാണാത്തവരാണോ? കുറച്ച് പ്രാവും കുറച്ച് കോഴിയും കണ്ടു കഴിഞ്ഞിട്ട് നമ്മള് 2 സ്കൂബ ഡൈവ് ചെയ്യുന്ന ആൾക്കാരും 2 മെർമെയ്ഡുകളെയും കണ്ടു കഴിഞ്ഞതോടെ അക്വാ ഷോ കഴിഞ്ഞ്. വെരി ടോട്ടലി അൺഫെയർ. ആരും ഒന്നും ആ വഴി പോകരുത് കേട്ടോ. അതൊക്കെ തോന്നിയാസാണ് കാണിച്ചു കൊടുക്കുന്നത്. ഒരുമാതിരി നമ്മള് ക്ലയൻസിന്റെ കസ്റ്റമേഴ്സിനൊക്കെ പറ്റിക്കണ മാതിരി എനിക്ക് തോന്നി കേട്ടോ. സത്യം പറഞ്ഞാൽ ഭയങ്കര കച്ചറയായിരുന്നു. ഞാൻ വലിയ വ്ളോഗ് എടുക്കാനെന്നൊക്കെ പറഞ്ഞ് തുള്ളിച്ചാടിയാണ് പോയത്. ഭയങ്കര മോശമായിരുന്നു. ഹായ് എവ്രിബഡി. വരും ഫുഡ് വരും. നമ്മളെത്തി, വീട്ടിലെത്തിന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മേ എത്ര മണിക്ക് 1:30 കഴിഞ്ഞപ്പോൾ നമ്മൾ വീട്ടിലെത്തിയിട്ടോ. നമ്മൾ ഫുഡ് കഴിച്ചിട്ട് വരാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ 1 മണിക്കാണ് നമ്മൾ ഫുഡ് ഹോട്ടൽസ് ഒക്കെ ഉള്ള സ്ഥലത്ത് വന്നത്, റെസ്റ്റോറൻറ്റ്സ് ഉള്ള സ്ഥലത്ത് വന്നത്. പക്ഷെ അവിടെ എല്ലാം പാർക്കിംഗ് ഫുൾ ആയതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഞങ്ങൾ വരണ വഴി ഓർഡർ ചെയ്ത ഫുഡ് ഇപ്പോൾ 1 മണിക്കൂറായിട്ട് എത്തിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. മനുഷ്യനെ വിശന്നിട്ട് കുടല് തിരിഞ്ഞിട്ട് പോയി. ഇനിയും ഒരു 30 മിനിറ്റാണ് കാണിക്കുന്നത്. അത് കഴിച്ചിട്ട് വേണം ഇനി കിടന്ന് ഉറങ്ങാൻ. അപ്പോൾ ഞാൻ ഈ വ്ളോഗ് മൈൻഡ് അപ്പ് ചെയ്യാൻ. പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും ഇല്ലല്ലോ, ഇവിടെ എത്തിയല്ലോ. അപ്പോൾ എല്ലാവർക്കും വ്ളോഗ് ഇഷ്ടം ചെയ്യുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ. ടയേർഡ്.